നമസ്തേ. എലോൺ മസ്കിന്റെയും ചാറ്റ് ജിപിടിയുടെയും യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ചില സമയത്ത് നമുക്കിതിനെ കലിയുഗം എന്ന് വിളിക്കാൻ തോന്നിയാക്കാം. ഈ ഒരു യുഗത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതത്തിന് പിന്നാലെ അല്ലെങ്കിൽ മതത്തിന്റെ അന്ധതയിൽ, മതത്തിന്റെ വർഗീയതയിൽ കഴിയുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മതമായിരിക്കുന്ന മായിക വലയത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾ. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സംവിധാനങ്ങൾ ആവശ്യമായിരുന്നു. ഒരു കാലത്ത് രാജഭരണം ആവശ്യമായിരുന്നു. പിന്നീട് പല രീതിയിലുള്ള വിപ്ലവങ്ങളും തത്വശാസ്ത്രങ്ങളും അതിനനുസരിച്ചിട്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ മതം ഒരു കാലത്തിന്റെ ആവശ്യകതയായിരുന്നു. നിയമങ്ങൾ ഇന്നത്തെ കാലത്തിന്റെ ഒരു ആവശ്യകതയാണ്. എന്തു തന്നെയാണെങ്കിലും ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ഒരു മോഡേൺ എറയിലേക്ക് നോക്കുന്ന സമയത്ത്, നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും മതത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രം ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുകയും പൂർണ്ണമായിട്ടും അവർക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ചില സമയത്ത് ഇരട്ടത്താപ്പുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ജീവിക്കുന്നത് പ്രധാനമായിട്ടും മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജനറേഷന്റെ തൊട്ട് മുൻപുള്ളതായിട്ടുള്ള തലമുറയ്ക്കാണ് കൂടുതലും മതങ്ങളോടുള്ള പ്രതിബദ്ധത. ആ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അടിമത്തത്തിലേക്ക് പെട്ടുപോകുന്നതെന്നും കാണാനായിട്ട് സാധിക്കും. പല മതത്തിലുള്ള യുവതി യുവാക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ ചില ആളുകളൊക്കെ മതവീക്ഷണമുള്ള ആളുകളാണ്, പക്ഷെ അവർ വളരെ ലിബറൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു മതങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നു. മനുഷ്യനായിട്ട് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇന്ന് ഭൂരിഭാഗം വരുന്നതായിട്ടുള്ള യുവതലമുറ എന്ന് പറയുന്നത്. പല രീതിയിൽ വഴിതെറ്റി പോകുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിലും നല്ലതായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം വഴിവെക്കുന്നത് എന്തിലേക്കാണ്? മതം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ഇവല്യൂഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു കയറ്റമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് കാളവണ്ടി യുഗത്തിലെ ആത്മീയതയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് മോഡേൺ എറയിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് അത് ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാ മനുഷ്യന്റെയും ഓവറോൾ ആയിട്ടുള്ള എല്ലാ മേഖലകളിലും സപ്പോർട്ടും പിന്തുണയും ഡെവലപ്മെന്റും സാധ്യമാക്കുന്നതായിട്ടുള്ള സംഗതിയായിരിക്കണം. സ്പിരിച്വൽ ലീഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, ഇമോഷണൽ ബാലൻസിങ്, അവരുടെ വെൽത്ത് ബിൽഡിങ്, അതുപോലെ തന്നെ അവരുടെ ഓവറോൾ ലൈഫിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷെ ഇന്നായിരിക്കുന്ന മതങ്ങളോട് ഇപ്പോഴുള്ളതായിരിക്കുന്ന ഞാൻ പറഞ്ഞ മധ്യവയസ്കനായിരിക്കുന്ന ആ ഒരു ജനറേഷൻ കാണിക്കുന്നതായിട്ടുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരുന്ന സമയത്ത് ഭാവിയിൽ ഈ മതങ്ങളൊക്കെ കുറെ ഫിനാൻസ് മാത്രമുള്ളതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അവശേഷിക്കും എന്നുള്ളതാണ്. ഇത് ആധുനിക കാലത്തെ ജനതയ്ക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതങ്ങൾ കോർപ്പറേറ്റ് ചെയ്യുന്നത് പോലുള്ള ബിസിനസ്സുകൾ ചെയ്യണം. ഈ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ആസ്വദിക്കാനും അല്ലെങ്കിൽ അവരുടെ നല്ല കാലം നിലനിർത്താനും വേണ്ടി മാത്രമുള്ളതല്ല. സമൂഹത്തിലെ ഓരോ ജനങ്ങൾക്കും സഹായകരമാകുന്ന രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്ന രീതിയിലുള്ള പിന്തുണ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയതയാണ് ഇനി ഈ ആധുനിക കാലത്തിന് ആവശ്യമുള്ളത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രവചനം എന്നുള്ള രീതിയിൽ പറയുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ഒരു തലമുറ കാണുകയാണെങ്കിൽ ഈ ഒരു വിഷൻ എന്ന് പറയുന്നതിനെ അവർ തീർച്ചയായിട്ടും ഏറ്റെടുക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഞാൻ ഭാവിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭാവിയിൽ എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ആയിത്തീരും മനുഷ്യരാശി, ദൈവത്തിന്റെ ഏറ്റവും പരമോന്നത സൃഷ്ടി എന്ന് മതങ്ങൾ അവകാശപ്പെടുന്നതായിട്ടുള്ള ഈ മനുഷ്യരാശി നമുക്ക് തന്നെ അറിയാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ ഈ മനുഷ്യരാശിക്ക് ഗുണമുണ്ടാകുന്ന അതിന്റെ ഉന്നമനത്തിലേക്ക് കലാശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മതത്തിന്റെ നേതാക്കന്മാരെയല്ല, ആത്മീയ നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ആത്മീയത എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് വരാൻ പറ്റാത്തൊരു മേഖലയല്ല. ആത്മീയത എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയല്ല. നമുക്കറിയപ്പെടാത്തതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള സംഗതികൾ ശാസ്ത്രീയമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ള അവബോധമാണ്. അതിനെ ഇന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എംപീരിക്കൽ ഡാറ്റ വെച്ച് തെളിയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രതീക്ഷയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് തെളിയിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വളരെ ചുരുങ്ങിയതായിട്ടുള്ള ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസസിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഉൾവെളിച്ചങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. കാരണം സയൻസ് പണ്ട് തെളിയിച്ച കാര്യത്തിനെ ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നതിനനുസരിച്ച് പുതിയ അറിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് സയൻസ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മാറി മറിയുന്ന ഒരു സിസ്റ്റമാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അപ്പൊ വർഗീയതയിലൂന്നിയ ഒരു പ്രസ്ഥാനവും ഇനി അങ്ങോട്ട് ഗതി പിടിക്കാനായിട്ട് പോകുന്നില്ല. ഇതൊന്നും ക്ലച്ച് പിടിക്കാനായിട്ട് പോകുന്നില്ല. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് വർഗീയതയ്ക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതത്തിലേക്ക് മാറി ചിന്തിച്ച് അതിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ദിസ് ഈസ് എ ട്രാൻസിഷൻ പീരീഡ് എന്ന് വേണേൽ പറയാനായിട്ട് സാധിക്കും. മെറ്റീരിയലിസവും സ്പിരിച്വലിസവും തമ്മിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വാർ നടക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പൊ പല ആളുകളും ചിന്തിക്കും, ഞാൻ യുക്തിവാദിയായിട്ട് ജീവിക്കണോ? പല ആളുകൾക്കും സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് യുക്തിവാദിയായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതിന്റെ എസൻസ്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് തന്നെയാണ്, ബോധമണ്ഡലത്തിന്റെ വികാസം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ മത നേതാക്കന്മാർക്കും ആത്മീയ നേതാക്കന്മാർക്കും വേണ്ടതായിട്ടുള്ള ചില ഗുണങ്ങളും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മോഡേൺ എറയിൽ മത നേതാവിന് അല്ലെങ്കിൽ ആത്മീയ നേതാവിന്, ഒരു സ്പിരിച്വൽ ലീഡർക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അപരമതത്തിനെ അല്ലെങ്കിൽ മതങ്ങളെ, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ പരസ്പരം ബഹുമാനിക്കാനുള്ള കഴിവാണ്. പരസ്പരം വെറുക്കാനുള്ള കഴിവല്ല, പരസ്പരം വർഗീയത പറയാനുള്ള കഴിവല്ല. പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ചിന്തയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ആത്മീയത എന്ന് പറയുന്ന സംഗതിയിൽ, ആ ഒരു മേഖലയിൽ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മതം എന്ന് പറയുന്നത് വെറുപ്പിനുള്ളതല്ല, വർഗീയതയ്ക്കുള്ളതല്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരേ മതത്തിന്റെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം പഴിചാരുകയും വിമർശിക്കുകയും കുറ്റം പറയുകയും തള്ളിപ്പറയുകയും തമ്മിലടിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വിരോധാഭാസമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്നേഹം എവിടെ? നിങ്ങൾ പഠിപ്പിക്കുന്ന സാഹോദര്യം എവിടെ? നിങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഹാർമണി എവിടെ? ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ അവസ്ഥ എവിടെ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അടുത്തതായിട്ട് സ്പിരിച്വൽ ലീഡേഴ്സിന് വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അഹങ്കാരമില്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ്. ഇന്ന് ആത്മീയ നേതാക്കളിലേക്കും മത നേതാക്കന്മാരിലേക്കും നോക്കിക്കൊള്ളുക, പുരോഹിതരിലേക്കും സന്യാസിമാരിലേക്കും മറ്റു രീതിയിലുള്ള ലീഡേഴ്സിലേക്കും നിങ്ങൾ നോക്കിക്കൊള്ളുക. എത്ര പേരുടെ മുഖത്താണ് നിങ്ങൾക്ക് വിനയം കാണാനായിട്ട് സാധിക്കുന്നത്? മദർ തെരേസയെ പോലെയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയോ ഇന്നുമുണ്ട് അങ്ങനെയുള്ള വളരെ വിരളമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. അവരെ പോലെ വിനയത്തോടുകൂടി സമൂഹത്തിന് സെർവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, ഒരു വ്യക്തിയെ അവരുടെ കുറവോടുകൂടി അംഗീകരിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾ. ഒരുത്തന് കൂടുതൽ പണമുണ്ട്, പദവിയുണ്ട് എന്നതുകൊണ്ട് അവനെ കൂടുതൽ ബഹുമാനിക്കുകയും പാവപ്പെട്ടവനെ പുച്ഛത്തോടെയും നോക്കുന്നതായിട്ടുള്ള മത നേതാവാണ് അല്ലെങ്കിൽ ആത്മീയ നേതാവാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവനോടും പണക്കാരനോടും വിവേചനം കാണിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുന്നിൽ, ആത്മീയതയുടെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല, ഒരു സമ്പൂർണ്ണ പരാജയമാണ്. റിഫ്ലക്ഷൻ ചെയ്യാനും മാറ്റം വരുത്താനുമുള്ള സമയമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള പല പരിപാടികൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ റണ്ണിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ സാധാരണക്കാർ അധ്വാനിച്ചുണ്ടാക്കുന്നതായിട്ടുള്ള പണത്തിന്റെ ഒരു വലിയ ഭാഗം ഇങ്ങനെ മേടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദാനം ചെയ്യൂ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കൂ എന്നുള്ളത്. യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്നുള്ളതാണ്. സീസറിന് വേണ്ടത് പണമാണ്, ടാക്സ് ആണ്. എന്നാൽ ദൈവത്തിന് വേണ്ടത് എന്താണ്? മനുഷ്യന്റെ ഹൃദയ വിശുദ്ധി, ഹൃദയ വിശാലത, മറ്റുള്ളവരെ അംഗീകരിച്ച് പരസ്പര സ്നേഹ ബഹുമാനത്തോടുകൂടി മാനവരാശിയെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള അവസ്ഥയുമാണ്. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന് പണത്തിന്റെ ആവശ്യമുണ്ടോ? ദൈവത്തിന്റെ പ്രസ്ഥാനം നിലനിർത്താൻ ചിലപ്പോൾ പണത്തിന്റെ ആവശ്യം ഉണ്ടായേക്കാം. അതിനെ നമുക്ക് ദൈവത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യനുണ്ടായ മതപ്രസ്ഥാനങ്ങൾക്ക് അത് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും പണം ആവശ്യമായിട്ട് വന്നേക്കാം. പക്ഷെ സാധാരണക്കാരന്റെ അടുത്ത് നിന്ന് പിരിക്കുന്നതായിട്ടുള്ള ഈ പണം, ഉള്ളവന് ഉള്ളതായിട്ടുള്ള ഈ പണം ഇല്ലാത്തവന് കൊടുക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. പണമുള്ളവൻ കൂടുതൽ പണം കൊടുക്കുന്നുണ്ടായിരിക്കാം, കൂടുതൽ കാണിക്കകൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഈ പണമൊക്കെ സമാഹരിച്ചുകൊണ്ട് അത് പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ മതങ്ങളും ഇനി സാധാരണക്കാരന്റെ
ഉപകാരത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം പ്രതിബദ്ധതയല്ല, മതങ്ങളുടെയും പ്രതിബദ്ധതയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് കേവലം മതം എന്ന് പറയുന്ന ചട്ടക്കൂടിനപ്പുറത്തേക്ക് ആത്മീയത എന്ന് പറയുന്ന മഹാപ്രപഞ്ചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് മനസ്സറിഞ്ഞ് കൊടുക്കുന്നവന്റെ ഓരോ കൊടുക്കലുകളും ദൈവത്തിന്റെ മുന്നിൽ അർത്ഥവത്തായിട്ട് തീരുന്നത്. അങ്ങനെയാണ് നമുക്ക് സെക്യുലറിസം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സമത്വം നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും ഉയരട്ടെ. അപ്പോഴാണ് ഭൂമിയിൽ സ്വർഗീയ ജെറുസലേം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഭൂമി ഒരു സ്വർഗമായിട്ട് വീണ്ടും പരിണമിക്കുന്നത്. അപ്പോൾ ഉള്ളവനില്ലാത്തവന് കൊടുക്കാനുള്ള അവസരം, ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്നതിനുള്ള ഒരു പ്രായോഗിക സംവിധാനം ബിൽഡ് ചെയ്യുക എന്നുള്ളത് ആത്മീയവാദികളുടെ അല്ലെങ്കിൽ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാം ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് ധനത്തിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ നമ്മൾ ലാളിത്യത്തിൽ അല്ലെങ്കിൽ പരസ്പര സഹായം എങ്ങനെയാണ് നമുക്ക് മതത്തിലൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അത് ഇന്ന് എത്രമാത്രം എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ടത് ആയിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മനുഷ്യന് സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വിഭജിക്കപ്പെട്ട് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൻസർ അല്ലാതെ വേറെ എന്താണ് ആത്യന്തികമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ഞാൻ പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഒരുവൻ ആത്മീയതയിലൂടെ നടക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവന് മനഃശാന്തി ലഭിക്കണം എന്നുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മം കണ്ടെത്താനായിട്ട് സാധിക്കണം, അവന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കണം. മതങ്ങൾ സാധാരണക്കാരിൽ നിന്ന് പണം പിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ സാധാരണക്കാരന് പണം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുക, അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് പരിഗണനയിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ആത്മീയതയിൽ ഊന്നിയ വിഷയങ്ങളാണ് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ പല സമയത്തും വെൽത്ത് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പുതിയതായിട്ടുള്ള 2 ചാനലുകൾ തന്നെ ഞാൻ ആരംഭിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തിനാണ് ഇത് പറയുന്നത്? ആത്മീയതയിലൂടെ മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിൽ ലോകത്തിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല. ഞാനും നിങ്ങളെ പോലെ ജോലി ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ വേതനം മാത്രം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ താത്വികമായിട്ടോ സൈക്കോളജിക്കലായിട്ടോ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഹൗ ടു ബിൽഡ് വെൽത്ത് എന്നുള്ളത്, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്റെ പരിമിതമായിട്ടുള്ള അറിവായിരിക്കാം, എങ്കിലും അത് പങ്കുവെക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നവയുഗ ആത്മീയതയിൽ പണം ഇങ്ങോട്ട് മേടിക്കുന്ന പരിപാടിയല്ല, എങ്ങനെയാണ് പണം വർദ്ധിപ്പിക്കുക, സമൃദ്ധിയെ അറ്റൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും മനഃശാസ്ത്രപരമായിട്ടും ഇമോഷണൽ ബേസിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലും സ്പിരിച്വലുമായിട്ടുള്ള പെർസ്പെക്റ്റീവുകളിൽ കൂടെ നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോധമണ്ഡല വികാസം എന്ന് പറയുന്നതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏത് മേഖലയിലേക്കാണോ നിങ്ങളുടെ ബോധത്തിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നത്, എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് അതിന് പറയുന്നത്, ആ മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടാകുകയും നിങ്ങൾക്ക് കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കുമെന്നുള്ള സത്യവും കൂടി ഈ ഒരു അവസരത്തിൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ്. ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ് മതത്തിനപ്പുറത്തേക്ക്. ഇത്രയും കാലം മത നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞു തന്നു, മറ്റു പല രീതിയിലുള്ള ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത്രയധികം മതങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സമാധാനത്തിന് അഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്, എന്തുകൊണ്ട് അക്രമവും അനീതിയും കുറയുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മനസ്സുള്ള കുറെ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിന് മതം ഒരു കാരണമാകുക എന്ന് പറയുമ്പം അത് ആ മതത്തിന്റെ തന്നെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ്. ഒരുത്തൻ മറ്റവനെ വെറുക്കുന്ന സമയത്ത് അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിട്ടുണ്ടെങ്കിലും അത് പൈശാചികമായിട്ടുള്ള ഡിവിഷനാണ്, അത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയുടെ നടപ്പാക്കലാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനവ സേവയാണ്, മനുഷ്യനെ തന്നെ സേവിക്കുകയാണ്. അതിന് മരണമില്ല, അതിന് അന്ത്യമില്ല. ആത്മീയതയിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തികളും നിങ്ങളെ അനശ്വരരാക്കി മാറ്റുകയാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.